ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. നമുക്കിപ്പോൾ പ്രസൻറ്റേഷൻ വീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് പ്രസൻറ്റേഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ വെച്ചു ഇന്നത്തത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് ടോട്ടൽ 3 പ്രസൻറ്റേഷൻസാണ് ഉള്ളത്. സോ അപ്പോൾ മൂന്നിനും നമ്മളിന്ന് പോകണം. അപ്പോൾ എന്തായാലും കാണിച്ചു തരാം, പറ്റുന്നതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ആക്കാം. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇപ്പോൾ സമയം കറൻ്റ്ലി 7:30 ആയിട്ടുണ്ട് കേട്ടോ, 7:30 ആയിട്ടുണ്ട്. നമുക്ക് 8:30ക്കാണ് ക്ലാസ്. അപ്പോൾ ഞാനിവിടെ ഒന്നൊരു 7:50 ആകുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ റെഡി ആയിട്ടൊക്കെ കഴിഞ്ഞ് വേണ്ടി ജസ്റ്റ് ഫുഡ് കഴിക്കുക. ഫുഡ് ഇപ്പം ഞാൻ റെഡിയാക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുക, ഇറങ്ങാം. അപ്പോൾ നമുക്ക് എന്തായാലും കാണിച്ചു തരാം. സോ അങ്ങനെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പെട്ടെന്ന് കഴിച്ചിട്ട് ഇറങ്ങുന്നുണ്ടോ, കാരണം ഞാൻ എത്രയൊക്കെ നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ ലാസ്റ്റ് ഞാൻ ലേറ്റ് ആവാറുണ്ട്. സോ അങ്ങനെ നമ്മൾ അധികം ഡിലേ ആക്കാണ്ട് പെട്ടെന്ന് ഷടപ്പടേന്ന് പോവാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ മെയിൻ ഐറ്റം പാസ്തയാണ്. സോ പാസ്തയും കൂടെ കോഫി ഉണ്ടായിരുന്നു. സോ ഞാൻ അതൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുന്നുണ്ടോ. പിന്നെ നമ്മൾ മെട്രോയിലാണ് പോകുന്നത്. നമ്മൾ യൂഷ്വലി മെട്രോ ആണല്ലോ യൂസ് ചെയ്യാറ്. സോ അങ്ങനെ രാവിലെ ഇറങ്ങിയപ്പോൾ സ്കൈയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നോക്കിക്കാൻ ടൈമില്ല. അപ്പോൾ ഞാനങ്ങനെ പെട്ടെന്ന് മെട്രോ ഒക്കെ എടുത്തിട്ട് നേരെ ക്ലാസ്സിൽ പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. സോ നമുക്ക് എത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അങ്ങനെ പ്രസൻറ്റേഷൻ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞില്ലേ, നമുക്ക് 3 പ്രസൻറ്റേഷൻസ് ഉണ്ട്. സോ നമ്മളിപ്പോൾ ഇത് കൊടുത്തിട്ട് പെട്ടെന്ന് അടുത്തതിന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കായിരുന്നു. By the repetitive falls and sport injuries, and also some medical conditions can also cause these bone fractures like osteoporosis and all. And if a bone is broken, you might treat it with the surgery, or sometimes there are other treatment methods are also there, like splint, cast and brace or all. And the recovery depends on the type of the bone fracture, which type, the location and the severity. Second one is medicine. This is not a treatment, it's just a way to reduce the pain if the patient have any pain. Traction, it is metal frames. Yeah, which reminds me the hormone. And the internal fixation, it's also the internal fixation is only used for. Okay, and these cases usually the is the. Let's my partner. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് പ്രസൻറ്റേഷൻ അനാറ്റമി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്തതിന് പോവാണ് ജനറ്റിക്സ് കേട്ടോ. അപ്പോൾ നോർമലി നമുക്ക് അങ്ങനെ ടൈം ഉണ്ടാവാറില്ല, ഇവിടെ നിന്ന് അവിടെ എത്താനുള്ള ടൈം ഉണ്ടാവാറുള്ളൂ. പക്ഷെ നമ്മൾ ഇന്ന് പ്രസൻറ്റേഷൻ കഴിഞ്ഞിട്ട് നേരത്തെ ഇറങ്ങിയുണ്ട് നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. സോ നമ്മളിപ്പോൾ ആ ഒരു ഗ്യാപ്പിന് നമ്മൾ കഫേയിൽ ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നേരെ അങ്ങനെ കഫേയിൽ വന്നതാണ്.
സോ അങ്ങനെ അവിടെ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് ഒന്ന് പ്രിപ്പയർ ആയ ശേഷം നമ്മൾ അടുത്ത ക്ലാസ്സിലോട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും അറൗണ്ട് ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതിന് പ്രിപ്പയർ ചെയ്യണം. അത് കഴിഞ്ഞാൽ അടുത്ത പ്രസൻറ്റേഷൻ. നമുക്ക് അങ്ങനെ അധികം ഗ്യാപ്പില്ല കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ജസ്റ്റ് റൂമിൽ വന്നിട്ട് ബാക്കിയുള്ള പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് നേരം ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമുക്ക് പോകാനുള്ള ടൈമായി. നമ്മൾ നേരെ അങ്ങനെ അടുത്ത പ്രസൻറ്റേഷന് പോവാണ്. അങ്ങനെ അൽഹംദുലില്ലാ അന്നത്തെ ദിവസത്തെ 3 പ്രസൻറ്റേഷനും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ഏറ്റവും കൂടുതലുള്ളത് മൺഡേ ആണ്. ബാക്കിയുള്ള ദിവസം എനിക്ക് ഇത്രയും ഒന്നുമില്ല, നമുക്ക് 1-2 ഒക്കെ വരത്തുള്ളൂ. സോ അങ്ങനെ അന്നത്തെ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഒരു 8 o'clock ഒക്കെ ആയപ്പോഴാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ജസ്റ്റ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ. ഇതല്ല മോട്ടിവേഷൻ. മോട്ടിവേഷൻ വാല്യൂ എവറിത്തിങ്. വാട്ട് ഈസ് ട്രസ്റ്റ്? വാട്ട് ഈസ് ട്രസ്റ്റ്? വാട്ട് ഈസ് ട്രസ്റ്റ്? അതെ അതെ. ഓ പ്രീമിയം പാസ്. മോട്ടിവേഷൻ സ്പീക്ക്. വേറൊന്നും പറയാനില്ല. ഇവിടെ ഇന്ന് കണ്ടത് സ്റ്റോറി ആയിട്ട് എന്റെ ഫാൻസിനെ കണ്ടില്ലായിരുന്നു പറഞ്ഞിട്ട്. ഫാനാണ് ഗൈസ്, എന്ത് പറയാനാണ്. അത് ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ ലൈക്ക് ചെയ്തു. സോ അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ചെറിയ ഡേ എന്ന് പറയുന്നത്. പറ്റുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.